പാകിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാരും തെഹരീക്ക് ഇൻസാഫ് നേതാക്കളും നടത്തിയ മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. നവാസ് ഷെരീഫ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കി. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ആസിഫ് അലി സർദാരി ആവശ്യപ്പെട്ടു. നവാസ് ഷെരീഫ് രാജിവെക്കാതെയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന് പാക് തെഹരീക്കെ ഇൻസാഫ് നിലപാട് സ്വീകരിച്ചതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. പൊതുതെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിനായി സുപ്രീംകോടതി ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാമെന്നും സർക്കാർ അറിയിച്ചു. എന്നാൽ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടാൻ തയ്യാറാവണമെന്ന് ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു. तो आप कैसे अगर प्राइम मिनिस्टर बने रहेंगे इंक्वायरी ठीक कैसे होगी? तो एक महीने के लिए कुर्सी छोड़ने के लिए तैयार नहीं. അതിനിടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ആസിഫ് അലി സർദാരി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിലൂടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും അതിനാൽ തന്നെ ജനാധിപത്യ സംവിധാനം അസ്ഥിരപ്പെടുമെന്ന വാദത്തിന് അർത്ഥമില്ലെന്നുമായിരുന്നു ഇമ്രാൻഖാന്റെ മറുപടി. ചർച്ച പരാജയപ്പെട്ടതോടെ സമരം ശക്തമാക്കാൻ ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. US നാവികസേനാ വിമാനത്തിന് ചുറ്റും ചൈനീസ് യുദ്ധവിമാനം പറന്ന് യാത്ര തടസ്സപ്പെടുത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ചൈനയുടെ ദേശീയ സുരക്ഷാ ഏജൻസിയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. രാജ്യാന്തര വ്യോമമേഖലയിലൂടെ പറക്കുകയായിരുന്ന US നാവികസേനാ വിമാനത്തിന് ചുറ്റും ചൈനീസ് യുദ്ധവിമാനങ്ങൾ പറന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ചൈന. US-ന്റെ P-8 പൊസീഡൻ എന്ന യുദ്ധവിമാനത്തിന് ചുറ്റുമാണ് ചൈനീസ് വിമാനം പറന്നതെന്ന് US ആരോപിക്കുന്നു. സംഭവത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം US ചൈനയെ അറിയിച്ചു. ചൊവ്വാഴ്ച ഹൈനാൻ ദ്വീപിന് 215 കിലോമീറ്റർ കിഴക്കായി പറക്കുകയായിരുന്ന US വിമാനത്തെ ചുറ്റിയാണ് ചൈനീസ് വിമാനം അഭ്യാസ പ്രകടനം നടത്തിയത്. പൊസീഡന് മുകളിലും താഴെയുമായി ചൈനീസ് വിമാനം പലതവണ പറന്നുവെന്നാണ് റിപ്പോർട്ട്. വിമാനത്തിന്റെ ചിറകുകൾ കൂട്ടിമുട്ടുന്ന അടുത്തുവരെ എത്തിയെന്നും അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ വിമാനം സുരക്ഷിതമായ അകലം പാലിച്ചിരുന്നു എന്നാണ് ചൈനയുടെ വിശദീകരണം. വിമാനങ്ങളുടെ പതിവ് സുരക്ഷാ പറക്കലായിരുന്നു അതെന്നും ചൈന വിശദീകരിക്കുന്നു. ഇതേ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാനമായൊരു സംഭവം മുൻപുണ്ടായിരുന്നു. US-ന്റെ ചാരവിമാനത്തെ ചൈനീസ് യുദ്ധവിമാനം തടഞ്ഞിരുന്നു. വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയും ചൈനീസ് പൈലറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ അമേരിക്ക മാപ്പ് പറഞ്ഞതിനു ശേഷമാണ് തടഞ്ഞുവെച്ചിരുന്ന US സൈനികരെ ചൈന അന്ന് മോചിപ്പിച്ചത്. അതേസമയം ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധത്തിന് ചേർന്നതല്ലെന്ന് പെന്റഗൺ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ഫെർഗൂസണിലും മിസൗറിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. എന്നാൽ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അനുകൂലിച്ചും റാലികൾ നടന്നു. ആഗസ്റ്റ് 9-നായിരുന്നു കറുത്ത വർഗ്ഗക്കാരുടെ പ്രതിഷേധത്തിനിടെ നടന്ന വെടിവെപ്പിൽ സെന്റ് ലൂയിസിൽ നിന്നുള്ള 18-കാരനായ മൈക്കൽ ബ്രൗൺ കൊല്ലപ്പെട്ടത്. ഫെർഗൂസൺ പോലീസ് ഓഫീസർ ഡാരൻ വിൽസനായിരുന്നു ബ്രൗണിന് നേരെ വെടിയുതിർത്തത്. എന്നാൽ മോഷണ ശ്രമത്തിനിടെ വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് വിശദീകരണം. എന്നാൽ സംഭവത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും വെടിവെപ്പ് ന്യായീകരിക്കാനാവുന്നതുമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനെ അനുകൂലിച്ചെത്തിയവരുടെ വാദം. Contrary to media suggestions, we are not affiliated with any hate groups. However, we respect each individual's First Amendment rights in this country. We will not hide. We will no longer live in fear. We ask this question: can justice ever be attained if one side supporters are living in fear of speaking out? 12-ലധികം പേരെയാണ് പ്രതിഷേധത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകരും അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. തുടക്കത്തിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശക്തമായ നടപടികളുമായി പോലീസ് എത്തിയത് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി. എന്നാൽ സംഭവത്തെ തുടർന്ന് വർണ്ണവിവേചനത്തിന്റെ പേരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഒക്ടോബറിൽ വാദം കേൾക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ISIS ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ അറബ് രാജ്യങ്ങൾ തന്ത്രം മെനയുന്നു. ജിദ്ദയിൽ അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്നു. സംഘർഷം മുതലെടുത്തുള്ള ഇറാന്റെ ഇടപെടൽ ചെറുക്കണമെന്ന ആവശ്യം. വിമതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന ആരോപണം ഖത്തർ നിഷേധിച്ചു. ഇറാഖിന് പിന്തുണയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ബാഗ്ദാദിൽ. ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം വേഗത്തിലാക്കുന്നു. ആദ്യം പദ്ധതി നടപ്പാക്കുന്നത് വിദേശികൾ ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്ന മേഖലകളിൽ. സ്വകാര്യ കമ്പനികളിൽ 20% സ്വദേശികളെങ്കിലും വേണമെന്ന് തൊഴിൽ വകുപ്പ്. തീരുമാനം നിരവധി മലയാളികളെ ബാധിക്കുമെന്ന് ആശങ്ക. അടിയന്തരാവശ്യങ്ങൾക്കായി രാജ്യത്ത് തങ്ങേണ്ടി വരുന്നവർക്ക് UAE എൻട്രി പെർമിറ്റ് നൽകും. 4 ദിവസം കാലാവധിയുള്ള എമർജൻസി എൻട്രി പെർമിറ്റ് അനുവദിക്കാൻ മന്ത്രിസഭാ തീരുമാനം. എൻട്രി പെർമിറ്റിന് 100 ദിർഹം ഈടാക്കും.
കുവൈറ്റ് വിമാനത്താവളത്തിലെ ബാഗേജ് പരിശോധനാ സംവിധാനത്തിൽ മാറ്റം വരുത്തുന്നു. നടപടി ഡിപ്പാർച്ചർ ഗേറ്റിലെ തിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി. പരിഷ്കരണം അടുത്ത മാസം 9 മുതൽ. ഉടമയുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പരിശോധന ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് യാത്രക്കാർ. ഹമാസ് പോരാളികളടക്കമുള്ള ഗസയിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഗസയിലെ പ്രധാന ഓഫീസ് കെട്ടിടം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. പലസ്തീൻ ജനതയ്ക്ക് ഖത്തർ നൽകി വരുന്ന സഹായം നിസ്തുലമെന്ന് പലസ്തീൻ ഗുഡ്വിൽ അംബാസിഡർ മൂസ ഈസ റമദാൻ മീഡിയ വണ്ണിനോട്. ഇതോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.